ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് അപ്പൂൻ്റെ കൃഷിയിടത്തുനിന്ന് പറിച്ചതാണേ. കത്തിരിക്ക രാവിലെ അവൻ പറിച്ചുകൊണ്ട് തന്ന കത്തിരിക്കായും വഴുതനങ്ങായും പറിച്ചുകൊണ്ട് വന്നു. അവനത് പൊരിച്ച് പൊതി കെട്ടണമെന്നും പറഞ്ഞു. അപ്പോൾ അത് ഉണ്ടാക്കുവാണേ. ഗോവിന്ദ് വിനോദ് വ്ലോഗ്സ് കയറി കാണണം കേട്ടോ. അവനെ പ്രോത്സാഹിപ്പിക്കണേ. എന്നിട്ട് നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ അകത്തോട്ട് ചിക്കൻ മസാലയും മീറ്റ് മസാലയെല്ലാം കുഴപ്പമില്ല, കാശ്മീരി ചില്ലിയും ഉപ്പും ചേർത്തേച്ച് വെളിച്ചെണ്ണ ചേർത്ത് നമ്മളത് നല്ലപോലെ കുഴച്ചെടുക്കണേ. വെളിച്ചെണ്ണ ചേർത്താൽ മതി, വെള്ളം ഒഴിക്കല്ലേ. എന്നിട്ട് നമ്മൾ സാധാരണ കാണിക്കുന്ന പോലെ തന്നെ പാനിൻ്റെ അകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കണം, കാരണം നമ്മൾ ഇതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ചെറു തീയിലിട്ട് ഫ്രൈ ചെയ്താൽ മതിയേ. അപ്പം ഇത് തന്നെ വഴുതനങ്ങ ഞാൻ വേറെ രീതി ചെയ്തിട്ടുണ്ട്. ഇത് അവന് നേരത്തെ പോകേണ്ടത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയത്. അവൻ 7:00 ആകുമ്പോഴത്തേനും പോകണമായിരുന്നു കോളേജിലെ. അപ്പോൾ പൊതി കെട്ടാൻ വേണ്ടി വേഗം ഉണ്ടാക്കിയെടുക്കുന്ന ഇത്. ഇനി നന്ദു ഇത് കഴിക്കത്തില്ല, നന്ദുവിന് വേറെ രീതിയിൽ ഉണ്ടാക്കണം. അതും ഇന്ന് നന്ദുവിന് പൊതി വേണ്ട, നന്ദുവിന് ഇന്ന് സ്കൂളിൽ എക്സാം നടക്കുക. അപ്പോൾ ഉച്ച കഴിഞ്ഞ് പോയാൽ മതിയേ. അപ്പോൾ അവന് കഴിച്ചിട്ട് പോകാൻ വേണ്ടി കഴിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളത് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു കരിയാപ്പില വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ഇത് നമ്മൾ ഇച്ചിരി നേരം നമ്മൾ റെസ്റ്റ് ചെയ്തായിരുന്നല്ലോ, എന്നിട്ട് ഇതിൻ്റെ മേലെ വെച്ച് ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. പെട്ടെന്ന് പൊതി കെട്ടാനൊക്കെ ആയിട്ട് നല്ല വഴുതനങ്ങായോ കത്തിരിക്കായോ, ഞാൻ ഈ ബീട്രൂട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക, നല്ലതാണ്. പിന്നെ നമുക്ക് ആ കൂടെ ഒരു മുട്ട പൊരിച്ചെടുക്കാവേ. അതിൻ്റെ ഒരു മുട്ട മാത്രം പൊരിച്ചെടുക്കുക. അതിനാന്ന് വെച്ചാൽ ഒരു തോരൻ പോലെ എന്നേലും കൊടുത്തു വിടണമല്ലോ. അവന് മീൻ വേണ്ടാന്ന് പറഞ്ഞ്, മീൻ ഇരിപ്പുണ്ടായിരുന്നു. തോരൻ വയ്ക്കുന്നൊന്നും ഇഷ്ടമില്ല. അപ്പോൾ അവൻ്റെ സാധനങ്ങൾ തന്നെയാണ് ഇത്. അതിന് പറഞ്ഞാൽ നമ്മുടെ കോഴിയെടുത്ത മുട്ട, നമ്മുടെ പറമ്പിലെ കത്തിരിക്ക, അങ്ങനെ എണ്ണ ചൂടായി കഴിയുമ്പം ഒരു മുട്ട പൊട്ടിച്ച് അതിൻ്റെ അകത്തോട്ട് ഒഴിക്കണേ. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള കാശ്മീരി ചില്ലി, ഇവിടെ കാശ്മീരി ചില്ലി മാത്രം ഉപയോഗിക്കുകയുള്ളേ. മറ്റേ മുളക് പൊടി നമുക്ക് വയറുവേദന എല്ലാവർക്കും. പിന്നെ ഇച്ചിരി ചിക്കൻ മസാലയ്ക്ക് ഇച്ചിരി കൂടെ ഒരു കട്ട് കുറവ്, മീറ്റ് മസാലയ്ക്ക് ഇച്ചിരി കൂടെ ഒരു കടുപ്പമുണ്ട്, അതിന് ഒരു കുത്തലുണ്ട്. പിന്നെ അതിൻ്റെ അകത്തോട്ട് ഉപ്പ്. പിന്നെ ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുട്ട പൊരിക്കുമ്പോൾ പിള്ളേർക്കായിട്ട് പൊരിക്കുമ്പോൾ മുരിങ്ങയിലയോ പൊന്നാരിവീരിൻ്റെ ഇലയോ എന്തെങ്കിലും ഒരു ചീരയില എന്നെങ്കിലും പിച്ചി പറിച്ചിട്ടേക്കുവേ. എന്നിട്ട് അതുകൂടി ഇട്ട് ക്യാരറ്റോ തക്കാളിയോ സവാളയൊക്കെ വേണമെങ്കിൽ ഇടാം. അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, പെട്ടെന്ന് ചെയ്യുമല്ലേ. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ ഇളക്കി ഇങ്ങ് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം. ഇപ്പോൾ ഇതിന് ആവശ്യത്തിന് എരിവായിട്ടുണ്ട്. അപ്പോൾ അപ്പുറം ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ടേക്കണം. ഇപ്പോൾ അവന് പൊതിക്കുള്ള സാധനമായി. ഒരാളെ പെട്ടെന്ന് കൊച്ചിന് 7 ആകുമ്പോഴത്തേനും പെട്ടെന്ന് പോകണമല്ലേ, അവന് 7:30 കഴിഞ്ഞാൽ പോകാറേ. അപ്പോൾ അത് ചേർത്ത് അവന് പൊതി കെട്ടിക്കൊടുത്തു. ഇത് നമ്മളുണ്ടല്ലോ ഇങ്ങനെ എന്നാ പറയുന്നത്, ഭയങ്കര ഹാർഡായിട്ട് വരത്തില്ല, പക്ഷേ അത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. എന്നാൽ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഇതൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ അതെല്ലാം അവൻ്റെ പൊതി വെച്ചേ. ഇതാ അടുക്കി വെച്ചുകൊണ്ട് അത് തന്നെ വെച്ച പോലെ തോന്നും, പക്ഷേ മൊത്തം അവന് തന്നെ കൊടുത്തു വിട്ടേക്കുന്നത്. അവൻ മൊത്തം എന്ന് പറഞ്ഞാൽ ഒരെണ്ണമല്ലേ ഉള്ളൂ, കുറച്ചല്ലേ ഉള്ളൂ. പിന്നെ മുട്ട ചിക്കി പൊരിച്ചതും പിന്നെ ഇച്ചിരി നെല്ലിക്കാച്ചാറും കൊടുത്ത് അവന് പൊതി കെട്ടി കൊടുത്തു. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ തോരൻ 2 വെക്കേണ്ട വന്നു. മീൻ മാത്രമേ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ. വെണ്ടയ്ക്ക തോരനും വെച്ച്, മെഴുക്കുരട്ടിയും വെച്ചു, പയർ തോരനും വെച്ചു. ഇതെല്ലാം നമ്മുടെ പറമ്പിലെയാണ്, രാവിലെ പറിച്ച് തന്ന ഇതെല്ലാം. പിന്നെ പുട്ടായിരുന്നു രാവിലെ കാപ്പിക്ക്. അപ്പോൾ അതിൻ്റെ കിഴങ്ങ് കറി വെച്ചു. പഴം ഉണ്ടായിരുന്നു, എന്നാലും ഈ പഴം മധുരം ഇഷ്ടമില്ലാത്തവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടത്. ഇനി ഇത് നന്ദുവിന് ഉണ്ടാക്കുന്നതാണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നല്ലതായിരിക്കും. ഇതുപോലെ ഉണ്ടാക്കുന്നവരൊക്കെ കാണുമായിരിക്കും, എന്നാലും ഞാനിങ്ങനെ അവനുണ്ടാക്കുന്നത്. അതിനെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെമ്മീനൊക്കെ കഴിക്കുമ്പോൾ, ഈ പച്ചച്ചെമ്മീനൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ അതിന് മുട്ട കടിക്കത്തില്ലേ, അപ്പോൾ അതുപോലെ ഒരു ടേസ്റ്റ് തോന്നി ഇത് കഴിക്കുമ്പോഴേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ മസാലയും കാശ്മീരി ചില്ലിയും ഉപ്പും എണ്ണയെല്ലാം ഒഴിച്ച് ഇളക്കി, അതുപോലെ തന്നെ ആ പാനിൽ തന്നെ കേട്ടോ വറുത്ത് വെച്ചേക്കുന്നത്. എന്നിട്ടൊരു പകുതി ഒരു വശമൊക്കെ മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേന് 1 സ്പൂൺ റവ അതിൻ്റെ മേലെയാണ്. റവ ഇട്ട് കുഴയ്ക്കരുത് ഒരു കാരണവശാലും, എന്നാലും അതിങ്ങനെ ഒട്ടിപ്പിടിക്കും. ഇതതിൻ്റെ മേലെ ഒരു വശം നല്ല സാമാന്യം നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞിട്ടാണ് ഇതിടുന്നത്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് നമ്മൾ ഒന്നുകൂടി ഡാർക്കാക്കി എടുക്കുമ്പോഴത്തേനും ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ച് നോക്കണം, നല്ല ടേസ്റ്റാണേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പം ഷെയർ ചെയ്യാനൊന്നും ഇല്ല, എന്നാലും കമൻറ്റ് ചെയ്യണം. അപ്പം ശരി, നാളെ കാണാം. ബായ്.